അത് നിങ്ങൾ പറയാതെ ഇരുന്നത് കൊണ്ട് അത് ഇല്ലാതാകില്ല. വസ്തുത എന്ന് പറയുന്നത് അവിടെ കിടക്കും. ഉണ്ണിസാർ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി മൂന്നാമതായല്ല പോയത്. രാജ്യത്തിന്റെ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി നിൽക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നുള്ള MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടതും ഇതേ ക്രൈസ്തവ സമൂഹത്തിന്റെ സഭയുടെ ഒക്കെ പിന്തുണയോടുകൂടി തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം MP ആവുകയും പിന്നീട് കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തത്. അങ്ങ് ആശിച്ചതുപോലെ മൂന്നാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി പോയില്ല. ഇനിയിപ്പോൾ BJP ഒരു പ്രതീക്ഷ എന്താണ് നോക്കൂ. BJP വളരെ കാര്യമായിട്ട് ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമം നടത്താൻ തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി. അതിലവർ ഒട്ടൊക്കെ വിജയിച്ചിട്ടുമുണ്ട്. നമുക്കറിയുന്ന പോലെ തൃശ്ശൂരിൽ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപി വിജയിച്ചു വരുന്നു എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ ഒരു ഷിഫ്റ്റ് BJPക്ക് അനുകൂലമായിട്ട് ഉണ്ടായതുകൊണ്ട് തന്നെയാണല്ലോ. BJPയുടെ തന്നെ വിലയിരുത്തൽ ഏതാണ്ട് 30% വോട്ട് ക്രിസ്ത്യൻ വോട്ടുകൾ ആ മണ്ഡലത്തിൽ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് BJP വളരെ കൺസേർട്ടഡ് ആയിട്ട് ഈ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ക്രിസ്ത്യൻ ഈ ക്രിസ്മസ് ആഘോഷത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള K. സുരേന്ദ്രൻ ഈ ക്രിസ്തുമസ് ആഘോഷ നാളുകളിൽ വടക്ക് നിന്ന് തെക്കോട്ടേക്ക് കേക്കുകളുമായിട്ട് സ്നേഹ സന്ദേശ യാത്ര നടത്തുന്നു. നേരത്തെ ഈസ്റ്ററിന്റെ സമയത്ത് അവർ ഭവന സന്ദർശന പരിപാടികൾ നടത്തിയിരുന്നു. എന്ന് മാത്രമല്ല തൃശ്ശൂർ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിന് റിവാർഡായിട്ട് ജോർജ് കുര്യനെ കേന്ദ്ര മന്ത്രിസഭയിൽ എടുക്കുന്നു. ആ അർത്ഥത്തിലൊക്കെ BJP ആ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈ നടക്കാനിരിക്കുന്ന 2026 തെരഞ്ഞെടുപ്പിനെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേട്ടോ. ഇവിടെ UDF-നെ സംബന്ധിച്ചിടത്തോളം അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരണമെങ്കിൽ നിശ്ചയമായും ക്രിസ്തീയ സഭകളുടെ പിന്തുണ വേണം എന്നുള്ളത് ഒരു അനിവാര്യതയാണ്. ഈ അർത്ഥത്തിൽ ഓരോ സഭകൾ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് സഭയും സർക്കാരുമായിട്ട് പല രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ അഭിപ്രായ ഭിന്നതകളുടെ അടിസ്ഥാനത്തിൽ UDF-നൊപ്പം സഭകൾ നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും അല്ലെങ്കിൽ KPCC നേതൃത്വമാണെങ്കിലും UDF നേതൃത്വമാണെങ്കിലും വിവിധ സഭാധ്യക്ഷന്മാരുമായിട്ട് കൂടിയാലോചനകൾ നടത്തുന്നു. വിവിധ സഭാ പരിപാടികളിൽ അവർ വളരെ സ്ട്രോങ് ആയിട്ട് പങ്കെടുക്കുന്നു. ആ അർത്ഥത്തിലൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സൂക്ഷ്മമായി UDF നടത്തുന്നുണ്ട്. ട്രൈ ചെയ്യ് ഈ പരിശ്രമത്തിന്റെ പാറക്കെട്ടിന്റെ ഇടയിലാണല്ലോ വിജയത്തിന്റെ നീരറവ. മാത്രവുമല്ല വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ UDF-ന്റെ മേളിൽ സഭകൾക്ക് വലിയ അധികാരമായിട്ടോ. ഞാൻ മുമ്പൊരു UDF നേതാവുമായിട്ട് ഈ കേരള കോൺഗ്രസ് M LDF-ലേക്ക് പോയ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ സഭകൾ പെരുമാറുക, സഭകളുടെ ഒരു പിന്തുണ ആർക്കായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ ഒരു UDF നേതാവ്, വളരെ പ്രമുഖനായിട്ടുള്ള UDF നേതാവിനോട് പറഞ്ഞത് സഭകളൊന്നും അയാളെ പിന്തുണയ്ക്കാനേ പോകുന്നില്ല, LDF-നെ പിന്തുണയ്ക്കാനേ പോകുന്നില്ല. കാരണം എന്താ അറിയോ, സഭകളുടെ നേതാക്കൾക്ക് AK സെന്ററിന്റെ വാതിൽക്ക് പോയി കാത്തു നിൽക്കണം, പാർട്ടി നേതൃത്വത്തെ കാണാൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കാണാനായിട്ട്. അതേസമയം ഞങ്ങളെ കാണാനായിട്ടൊരു പ്രശ്നമില്ല. മാത്രം ഞങ്ങളെ കാണാനും വരണ്ട, ഒരു ഫോൺ എടുത്ത് വിളിച്ച് പറഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ നടപ്പാക്കുന്ന ആളാണ്. അപ്പൊ ആ ഒരു ആക്സസിബിലിറ്റി ഉണ്ടല്ലോ, ആ ഒരു സ്വാധീനമുണ്ടല്ലോ. അതുകൊണ്ട് സഭകൾ അങ്ങോട്ട് പോയില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ സഭകൾ അങ്ങോട്ട് പോയി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം തോറ്റും പോയത്. പക്ഷേ ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തീയ സഭകളെ സംബന്ധിച്ചിടത്തോളം പല കാരണങ്ങളാൽ LDF-നോട് വിയോജിക്കാനുള്ള സാഹചര്യങ്ങൾ ഓരോ സഭയ്ക്കും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അവർ സർക്കാരുമായിട്ടൊരു ഏറ്റുമുട്ടലിന്റെ പാതയിലുമാണ്. ഈ വനനിയമം വരുന്നതോടുകൂടി ആ ഏറ്റുമുട്ടൽ രൂക്ഷമാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് UDF വളരെ നന്നായി കൈകാര്യം ചെയ്താൽ സ്വാഭാവികമായിട്ടും UDF-ന്റെ പക്ഷത്തേക്ക് സഭകൾ മാറാൻ സാധ്യതയുണ്ട്. കേരള കോൺഗ്രസ് M വരുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. പക്ഷേ 2026 UDF-ന് അനുകൂലമായി ക്രിസ്തീയ സഭകൾ ആലോചിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നാണ് ഈ വിഷയത്തിൽ എൻ്റെ നിലപാട്. ഇനിയൊരു വാക്കിയാളും മിണ്ടിയാൽ ഉറപ്പായിട്ടും ഞാൻ ഇയാളെ തല്ലും. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞത് ഓർമ്മ കാണുമല്ലോ. അപ്പോൾ ആ സമയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോഴുണ്ടെങ്കിൽ നേടിയെടുക്കാം, അല്ലെങ്കിൽ കോൺഗ്രസ് വെറുതെ ഇങ്ങനെ വട്ടക്കൊട്ടയിൽ വെള്ളം കോരിയിട്ട് കാര്യമില്ല. മാഡം ഒന്നും പറയുന്നത് പോലെ അങ്ങനെയുള്ളതൊക്കെ അതിമോഹമാണ്. കാരണം കോൺഗ്രസിന് ഇടതുപക്ഷത്തിൽ നിന്ന് ഈ അധികാരം പിടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു ആക്ഷൻ പ്ലാനിലേക്ക് പോകണം. നേതാക്കളെല്ലാം രണ്ട് വഴിക്കാണ്. രമേശ് ചെന്നിത്തല തെക്കോട്ട് പോയാൽ VD സതീശൻ വടക്കോട്ട് പോകും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ എങ്ങനെയാണ് എല്ലാവരെയും ഒന്നിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുക എന്നൊരു വിഷയം അവിടെ നേരിടുന്നുണ്ട്. UDF ഇപ്പോൾ ഇനി മുന്നണി വിപുലീകരണം അടക്കം ഇനി അങ്ങോട്ട് ചർച്ചകളിലേക്ക് കൊണ്ടുവരികയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കേരള കോൺഗ്രസ് M-നെ അതുപോലെ തന്നെ RJD ശ്രേയാംസ് കുമാറൊക്കെ എങ്ങനെയെങ്കിലും വിളിച്ച് തിരിച്ചു വരാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കേരള കോൺഗ്രസ് M, RJD ഇവരെയൊക്കെ കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു മുന്നണി വിപുലീകരണം, അതൊക്കെയാണ് പ്രായോഗികമായി UDF ചെയ്യേണ്ടത്. അതായത് ലീഗ് പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയം, ആ സമയം ഇപ്പോൾ ആയിരിക്കുകയാണ്. ആൻഡ്രൂ സർ പറഞ്ഞതുപോലെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു റൈറ്റ് പിക്കാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കണ്ണൂരിലെ മുൻ DCC പ്രസിഡന്റും MLA-യുമായിട്ടുള്ള സണ്ണി ജോസഫിനെ ക്രൈസ്തവ പ്രാതിനിധ്യം വെച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ KPCC അധ്യക്ഷനാക്കണം എന്ന ഒരു ആവശ്യം സഭാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതിനകം തന്നെ പലവട്ടം ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്.
കാരണം AK ആന്റണി, ഉമ്മൻചാണ്ടി ഈ രണ്ട് നേതാക്കളും ഉണ്ടായിരുന്നപ്പോൾ ക്രൈസ്തവ സമൂഹത്തിന് കിട്ടിയതുപോലെയുള്ള ഒരു പ്രാതിനിധ്യമോ അല്ലെങ്കിൽ ഒരു പരിഗണനയോ ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പരിപാടിയിൽ പോയി പങ്കെടുത്തത് കൊണ്ട് അത് ആ സഭയ്ക്കും സമുദായത്തിനുമുള്ള പിന്തുണയായി അല്ലെങ്കിൽ പ്രാതിനിധ്യമായി മാറുന്നില്ല. അവർ ക്ഷണിച്ച ഒരു പരിപാടിക്ക് വരുന്നു, പ്രസംഗിക്കുന്നു, പോകുന്നു. അങ്ങനെയല്ല. അവർക്കാണ് ഞങ്ങൾ പരിഗണന നൽകുന്നത് എന്ന തോന്നൽ ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. അതുകൊണ്ടാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഈ ഒരു മുൻകൈ എടുക്കേണ്ടി വരുന്നത്. പാണക്കാട്ട് നിന്ന് അതിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകുന്നത്. അത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ പോലെ AK ആന്റണിയെ പോലെ ചെയ്യേണ്ടതാരാണ്? K സുധാകരനും VD സതീശനും KC വേണുഗോപാലും ഒക്കെ അടങ്ങുന്ന കോൺഗ്രസിന്റെ നേതൃത്വമാണ്. രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളാണ്. അപ്പോൾ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് മാത്രം, ആ താൽക്കാലികമായ മുഖം കാണിക്കൽ കൊണ്ട് മാത്രം കാര്യമില്ല എന്നതാണ് എന്റെ ആദ്യത്തെ പോയിന്റ്. കാത്തലിക് ബിഷപ്സ്, എല്ലാ കത്തോലിക്ക ബിഷപ്പുമാരും അംഗീകരിക്കുന്ന ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള ഒരു നേതാവ് കോൺഗ്രസിൽ നിലവിൽ അത് സണ്ണി ജോസഫ് ആണ് എന്നുള്ളതും ഒരു വസ്തുതയാണ്. പിന്നെ ഇവിടെ KCBCയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ജേക്കബ് G പാലക്കപ്പള്ളിയുടെ ഒരു പ്രസ്താവന കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞത് സമുദായത്തിന് അതിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും മതിയായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല. അത് KCBCയുടെ ഇതുവരെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ജേക്കബ് G പാലക്കപ്പള്ളി പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പ്രാതിനിധ്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല? വെറുതെ പോയി പരിപാടിയിൽ പങ്കെടുത്ത് ചായ കുടിച്ച് പോന്നാൽ പോരാ. അവർക്ക് മനസ്സിലാകും. അപ്പോൾ KM മാണി, ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി ആ ഒരു കോമ്പിനേഷൻ പോലെ ഒരു കോമ്പിനേഷൻ വർക്കൗട്ട് ചെയ്തെടുക്കാൻ എന്തുകൊണ്ടാണ് ഈ പറയുന്ന യുവരക്തം തിളയ്ക്കുന്ന കോൺഗ്രസിന്റെ ലീഡർഷിപ്പിന് കഴിയാതെ പോകുന്നത്? 2024 തുടക്കത്തിൽ സജി ചെറിയാൻ നടത്തിയ കേക്ക് വീഞ്ഞ രോമാഞ്ചം പ്രസ്താവന, അത് അപ്പോൾ തന്നെ ഇടപെട്ട് പിൻവലിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. ഡാമേജ് കൺട്രോൾ എന്ന് പറയുന്നത് ചെയ്യാൻ സ്റ്റിൽ LDFന് സമയമുണ്ട് എന്നതാണ് ഞാൻ കരുതുന്നത്. ഇവിടെ VD സതീശനും രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ആ ഒരു കോംബോ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ അത് വർക്കൗട്ട് ആവുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ അവിടെയാണ് നേരത്തെ BJP വരാൻ പാടില്ല എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ പുത്രനാണ് പുതുതായി ചുമതലയേറ്റ അല്ലെങ്കിൽ പുതുതായി അഭിഷിക്തനായ കർദിനാൾ മാർ ജോർജ് ജേക്കബ് കൂവക്കാട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതും അതിനുശേഷം ക്രിസ്മസ് വിരുന്നിൽ ഈ പുതിയ കർദിനാൾ അടക്കമുള്ള എല്ലാവരും പങ്കെടുത്ത പരിപാടി നടന്നതും ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസനാധിപൻ തൃശ്ശൂരിലിരുന്ന് പറഞ്ഞ ഒരു കമന്റിന് ഒരാളുടെ പോലും പിന്തുണ കിട്ടാതിരുന്നതും ഈ കേരളത്തിലാണ് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് BJPയോട് സഭയ്ക്കോ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിനോ ഒരു എതിർപ്പില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നിങ്ങൾ പറയാതെ ഇരുന്നത് കൊണ്ട് അത് ഇല്ലാതാകില്ല. വസ്തുത എന്ന് പറയുന്നത് അവിടെ കിടക്കും. ഉണ്ണിസാർ പറഞ്ഞതുപോലെ സുരേഷ് ഗോപി മൂന്നാമതായല്ല പോയത്. രാജ്യത്തിന്റെ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി നിൽക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നുള്ള MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടതും ഇതേ ക്രൈസ്തവ സമൂഹത്തിന്റെ സഭയുടെ ഒക്കെ പിന്തുണയോടുകൂടി തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം MP ആവുകയും പിന്നീട് കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തത്. അങ്ങ് ആശിച്ചതുപോലെ മൂന്നാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി പോയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സുരേഷ് ഗോപി ജയിച്ചത് അല്ലല്ല, അങ്ങ് ഞാൻ പറഞ്ഞത് അങ്ങയുടെ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് ആണ്. വേണമെങ്കിൽ അങ്ങേക്ക് റെക്കോർഡ്സ് പരിശോധിക്കാം. മൂന്നാം സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി പോകുമെന്ന് പറഞ്ഞു. ക്രൈസ്തവ സഭയുടെ പിന്തുണ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. എന്നാൽ ക്രൈസ്തവ സഭയുടെ അടക്കം പിന്തുണയോട് കൂടിയാണ് അദ്ദേഹം ജയിച്ചത് എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഒരു ഫാക്ടാണ്. അപ്പോൾ 20% ഉണ്ടായിരിക്കുന്ന BJPയുടെ സ്റ്റേറ്റിലെ വോട്ട് വളർച്ച എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിന്റെയും കൂടി പിന്തുണയുണ്ട്. അത് വളരുന്നതിലേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി CBCA ആസ്ഥാനത്ത് എത്തി നടത്തിയ ക്രിസ്മസ് വിരുന്നിലെ പങ്കാളിത്തമടക്കമുള്ള കാര്യങ്ങളും അവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. 2021 ജനുവരി 4 ഈ എറണാകുളം അങ്കമാലി അതിരൂപത പ്രസിദ്ധീകരണമായ സത്യദീപത്തിൽ വന്ന വിമർശനം എന്തായിരുന്നു? കോൺഗ്രസ് ലീഗിന് കീഴടങ്ങി. UDF വെൽഫെയർ പാർട്ടി ബന്ധത്തിലൂടെ മുന്നണിയുടെ മതനിരപേക്ഷ മുഖം നഷ്ടപ്പെട്ടു. ഇത് നമ്മളെ പോലെയുള്ള കാര്യമാണ്. അത് എന്താക്കണമെന്ന് ഞമ്മക്കറിയാം. ആ ഒരു കാര്യത്തിൽ നിന്നും തിരിച്ചു വരാൻ UDFന് എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. കാരണം SDPIയുടെ ഒക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഇപ്പോഴും വന്നു നിൽക്കുകയാണ്. മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷ പ്രീണനമാണ് LDFും UDFും ചെയ്യുന്നത് എന്ന ഒരു തോന്നൽ ഉണ്ടാകുമ്പോഴാണ് ക്രൈസ്തവ സഭകൾ കൃത്യമായ ഒരു നിലപാടിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ അവർക്ക് മാത്രമായി എക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു എക്കോസിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഒരു ഭരണകൂടമുണ്ട് എന്ന് തോന്നുമ്പോൾ കേന്ദ്രത്തോടടുക്കാനുള്ള ചാൻസസും അവിടെയുണ്ട്. അപ്പോൾ LDFനോ UDFനോ NDAക്കോ ഒരു തരത്തിലും ഞങ്ങളുടേത് മാത്രമാണ് എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. നന്നായി ആരാണോ ക്രൈസ്തവ സഭയോട് പെരുമാറുന്നത് അതേപോലെ തന്നെ നന്നായി തിരിച്ചു പെരുമാറുന്നതാണ്. അത് ലാറ്റിൻ ആയാലും RC ആയാലും ഓർത്തഡോക്സ് ആയാലും ജേക്കബൈറ്റ് ആയാലും എല്ലാവരും ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നോ അത് തിരിച്ചു കൊടുക്കുക എന്നത് തന്നെയാണ് സഭയുടെ നിലപാടായി ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആരും ഞങ്ങളുടെ കയ്യിലാണ് എന്ന ഒരു അമിത ആത്മവിശ്വാസത്തിലേക്ക് പോകേണ്ടതില്ല. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതി.